പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവർക്ക് താമസ സൗകര്യം നൽകരുതെന്ന് മക്കയിലെ ഹോട്ടലുകൾക്ക് സൗദി ടൂറിസം മന്ത്രാലയം നിർദ്ദേശം നൽകി. ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഈ സ്ഥിതി തുടരും. ഹജ്ജ് സുരക്ഷ സംബന്ധിച്ച ക്രമീകരണങ്ങളും വ്യവസ്ഥകളും ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ചാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഏപ്രിൽ 29 മുതൽ ഹജ്ജ് വിസയില്ലാതെ മറ്റു വിസകളുമായി എത്തുന്നവർക്ക് മക്ക നഗരത്തിലേക്കുള്ള പ്രവേശനമോ താമസമോ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഹജ്ജിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നത്. ഹജ്ജ് സീസണിന്റെ തയ്യാറെടുപ്പിനായി മറ്റ് സർക്കാർ ഏജൻസികളുമായുള്ള മന്ത്രാലയത്തിന്റെ സംയോജിത ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ AI ഇലക്ട്രിക് ബസ് പരീക്ഷണയോട്ടം തുടങ്ങി. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദുബായ് A13 റൂട്ടിലാണ് പരീക്ഷണയോട്ടം നടക്കുന്നത്. അൽഗോസ് ബസ് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് ബുർജ് ഖലീഫ, ദി പാലസ്, ഡൗൺ ടൗൺ ഹോട്ടൽ, ദുബായ് ഫൗണ്ടൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ദുബായ് മാൾ മെട്രോ ബസ് സ്റ്റോപ്പിൽ അവസാനിക്കുന്ന റൂട്ടാണിത്. ദുബായിയുടെ എല്ലാ കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന തരത്തിൽ വോൾവോ കമ്പനി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ AI ബസ്സിന് 12 മീറ്റർ നീളമുണ്ട്. 470 കിലോവാട്ട് ബാറ്ററി ശേഷിയുള്ള ബസ് ഒരു തവണ ചാർജ് ചെയ്താൽ 370 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. പുതുതായി രൂപകൽപ്പന ചെയ്ത ബസ്സിൽ ക്യാമറയിൽ പ്രവർത്തിക്കുന്ന റൂമുകൾ, സുതാര്യമായ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ദുബായിലെ ഉയർന്ന താപനിലയ്ക്ക് അനുയോജ്യമായ AC സംവിധാനം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 470 കിലോവാട്ട് ശേഷിയുള്ള വലിയ ബാറ്ററിയാണ് ബസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ബസ്സിനുള്ളിൽ മൊത്തം 41 ഇരിപ്പിടങ്ങളും 35 നിൽക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉൾപ്പെടെ 76 യാത്രക്കാർ ഒരേ സമയം സഞ്ചരിക്കാനായുള്ള സംവിധാനങ്ങളുണ്ട്. 2050ഓടെ ദുബായിലെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും കാർബൺ രഹിതമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ AI ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.